വൈബ് അമ്മച്ചിമാരല്ല വൈബ് ആന്റിമാരാണ്. ഹായ് ഗൈസ്, എന്റെ ഫ്രണ്ട്സുകളെല്ലാം കൂടെ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. വേറെ ആരും കേട്ടോ, നമ്മൾ 5ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ്. കൂടുതൽ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വീട്ടിൽ വരാനില്ല. അപ്പൊ അവരെല്ലാവരുടെ വന്നപ്പോ ഒരു ചെറിയ ടീ പാർട്ടി ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത് വിധു, ഷീല, രതി, ഷൈജ, അവരെല്ലാം ഉണ്ട്. പിന്നെ കുറെ ഫ്രണ്ട്സുകളുണ്ട്, അവരാരെയും വിളിച്ചിട്ടില്ല. പരാതി പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും വീഡിയോ കണ്ട് പരാതി ഒന്നും പറയരുത് കേട്ടോ. ഇതെല്ലാം എൻ്റെ ചങ്ക് പണികളാണ് കേട്ടോ. ഞാൻ എപ്പോൾ നാട്ടിലെത്തിയിരുന്നാലും എൻ്റെ ചങ്കുകൾ എല്ലാവരും ഓടി വരും. നമ്മളൊരു 6 പേര് ഭയങ്കര ഫ്രണ്ട്സാണ്. അതൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ 6 പേര് മാത്രമേ എപ്പോഴും ഈ 6 പേരുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ദിവസം കൂടും. ഞാൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിൽ ശ്രീജക്കുട്ടി മാത്രം ഇപ്പോഴും നാട്ടിലില്ല, ദുബായിലാണ്. ശ്രീജക്കുട്ടിയെ നമുക്ക് ശരിക്കും മിസ് ചെയ്തു. പക്ഷേ വിളിച്ചപ്പോഴത്തേക്ക് ശ്രീജക്കുട്ടിയെ കിട്ടിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, എൻ്റെ കല്യാണത്തിനൊക്കെ തന്നെ അമ്മയൊക്കെയാണെന്ന് വെച്ചാൽ സെറ്റ് സാരിയൊക്കെ കൊടുത്തിരിക്കുമ്പോഴത്തേക്ക് ഒരു അമ്മച്ചി ലുക്ക്. ഇപ്പൊ എന്റെ മകളുടെ കല്യാണം ആയി കഴിഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. വിശേഷം നമ്മുടെ ഫ്രണ്ട്സിനോട് കൂടുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ 5ാം ക്ലാസ്സിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 5A ക്ലാസ് തുടങ്ങിയത് നിനക്കറിയാം. ഫസ്റ്റ്, അതായത് നമ്മുടെ സ്കൂളിന്റെ ആ ഗ്രൗണ്ടിന്റെ ഫസ്റ്റ് ക്ലാസ് ഓർമ്മയുണ്ടാ? പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത്. 5ാം ക്ലാസ്, 7, 9, ലാസ്റ്റ് ഉള്ള താഴത്തെ ആ 10A. എനിക്ക് ഇപ്പോഴും ഓരോ ക്ലാസ്സുകളും എനിക്ക് ഓർമ്മയുണ്ട്. ഉച്ചക്ക് ലഞ്ച് ബോക്സ് തുറക്കുമ്പോ വിധുവിന്റെ പുട്ട്, എന്തിനാണ് പപ്പായ, അതൊക്കെയാണ്. എവളെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് പുളി, ഉച്ചക്ക് ട്യൂട്ടോറിൽ നിന്ന് പോകുമ്പോ പുളി, മുളക് പൊടിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വീട്ടിൽ പഠിക്കുമ്പോഴത്തേക്ക് ഉച്ചക്ക് ഇവരെ വീട്ടിൽ പോകും. പാത്രം കഴിയുമ്പോൾ നെല്ലിക്ക, ആ മാനോന്റെ വീട്ടിൽ നിന്നേക്ക് നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്ക, അതെല്ലാം കൊണ്ടുവന്ന് ബുക്കിന്റെ ഇടയിൽ വെച്ചിട്ട് കഴിക്കണത്. അവിടെ ഫിസിക്സ് സാർ അവിടെ ഫിസിക്സിന്റെ ക്ലാസ് എടുക്കും. അവിടെ ഫിസിക്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രത്യേക സാർ പഠിപ്പിച്ചോണ്ടിരിക്കും. ഇവിടെ പുളി, ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ എടുത്തിട്ട് ഒന്നും കാണാതിരുന്ന കഴിപ്പ്. മെമ്മറി എന്നൊക്കെ പറയണത് നമുക്ക് മാത്രം ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ സ്കൂളിൽ കാണിച്ച എല്ലാ തെമ്മാടിത്തരം പറയാൻ പറ്റും നമ്മളെ ഫ്രണ്ട്സിനോട് മാത്രമേ ഉള്ളൂ. അല്ല, എല്ലാരും സുന്ദരികളാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ ഉള്ളു ഒരു രസം കേട്ടോ. ഷീല കണ്ണാടിയൊക്കെ വെച്ചേക്കുന്ന കാര്യം എന്താ പറയാ, ഷീല അമ്മൂമ്മയാണ്. ശ്രീജ മാത്രം ഇല്ലാതായി പോയി. ഒരു കുഞ്ഞു ഷിലാച്ചി അമ്മാമ്മയാണ് കേട്ടോ. കുറച്ച് സ്വീറ്റ്സ് എന്റെ ഫ്രണ്ട്സിന് കൊടുത്ത ചങ്കുകൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പൊട്ടിച്ചെന്നെങ്കിൽ ഇത് എപ്പോഴേ കാലിയായണെന്നറിയാവോ? കണ്ടിട്ടില്ലേ നീ? കൂടുതൽ കഴിച്ചത് എല്ലാം നട്ട്സ് ആണ്. എല്ലാരും ഓരോന്നോണ്ട് എടുത്തോ, ഒന്ന് നോക്കണ്ട കൊണ്ട് എടുക്കൂ പിള്ളേരെ. രതി, ഷീലയുടെ ചുരിദാർ ഭയങ്കര കളർഫുൾ കേട്ടാ. ഇടിവെട്ട് റെഡ്. വൈബ് അമ്മച്ചിമാരല്ല വൈബ് ആന്റിമാരാണ്. ഞാൻ അമ്മാമ്മയാവുമ്പോ മുത്തശ്ശിയാവും.